ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഒരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കാനൊന്നും നിന്നില്ല. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് റൂമിലൊക്കെ വന്ന് മുടിയൊക്കെ ഒന്ന് ചേക്കി ഒന്ന് ഫ്രഷായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദേവേട്ടൻ ആദ്യം നല്ല ഉറക്കമാണ്. അച്ഛനും അമ്മയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അമ്മ കുക്കറിനകത്ത് കറിക്കുള്ള എന്തൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് മുന്നേ ചായ ഉണ്ടാക്കണം. നീറ്റ് കഴിഞ്ഞ് ആദ്യം അടുക്കള വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ചായ ഉണ്ടാക്കലാണല്ലോ. ഞാനും ദേവേട്ടൻ അതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഞങ്ങളൊക്കെ ചായ കുടിക്കും. അമ്മ ചായ കുടിക്കില്ല. അമ്മ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. അച്ഛന് പിന്നെ രാവിലെ അച്ഛൻ നേരത്തെ നീക്കും. അപ്പോൾ തന്നെ അമ്മ അച്ഛനുള്ള ചായ ഉണ്ടാക്കി കൊടുക്കും. പാൽപ്പൊടിയാണ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. കാരണം പാൽ നമുക്കവിടെ അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഡെയിലി പാക്കറ്റ് പാൽ മേടിക്കാനുള്ള ഒരു മടി കൊണ്ടും നമ്മൾ പാൽപ്പൊടി ഇഷ്ടമാണ് ചായ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. ചായ നല്ല തിളച്ചു. എന്നിട്ട് ഞാൻ ഞങ്ങൾക്കുള്ള 3 ഗ്ലാസ്സുകളിൽ ചായയൊക്കെ റെഡിയാക്കി. ദേവേട്ടനെ ആദ്യമേ വിളിക്കാം. ഇനി അവരെ നമുക്ക് ഉണർത്താം. ചായ ആയി വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലെത്തിയപ്പോൾ 2 പേരും എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലെ ആദ്യം എണീക്കാൻ നല്ല മടിയാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളവരെ ഉണർത്താറുള്ളത്. എന്ന് ദേവേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഇന്നലെ വാങ്ങിച്ച് വെച്ച ഐസ്ക്രീം കഴിച്ചാലോ, ആദ്യം എന്തായാലും എണീറ്റിട്ടില്ലല്ലോ, നമുക്കത് പോയി കഴിക്കാം, അങ്ങനെയൊക്കെ കുറേ അടവുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവൻ്റെ അടുത്ത് വില പോകുന്നില്ല. ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാൻ. ചില ദിവസം പെട്ടെന്ന് നിൽക്കും, ചില ദിവസം ഭയങ്കര മടിയാണ്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല കലാപരിപാടികളാണ് കേട്ടോ. അതിപ്പോൾ അടുത്ത നമുക്ക് കാണാം. ഭർത്താവിനെ കൊല്ല ആരെൻ്റെ ഭർത്താവിനെ കൊല്ലണേ? അപ്പൊ എനിക്ക് മാത്രം ഇടിച്ചാലും കുറ്റാലൊന്നും പറ്റുന്നില്ല. ഓടിയോ ഇങ്ങനെ അടുത്തൊന്നും ഷൂട്ട് ചെയ്യും. എന്ത് ചപ്പാത്തിയാണ് കഴിക്കണേ? 20 ദിവസം ചപ്പാത്തി. ചപ്പാത്തി അല്ല, ഉരുട്ടുക. ഇങ്ങോട്ട് നന്നായിട്ട് പൊടി കൂടി എന്നിട്ട് പകുതിയായി പരത്താനൊരു കുറച്ച് കഴിവുള്ളവർക്കാണ് അവഹേളിച്ചു പറഞ്ഞപ്പോ അമ്മ അത് കേട്ട ഞാൻ കിട്ടിയ ചാൻസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ അമ്മ വിചാരിച്ചു അമ്മ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അമ്മ അങ്ങനെ അമ്മയുടെ സ്കിൽ പുറത്തെടുത്തു. നിങ്ങൾക്ക് എന്തായാലും വേണ്ടല്ലോ. നമുക്കൊരു 12 ചപ്പാത്തി.
നമ്മളിന്ന് എന്താ ആദ്യം കഴിക്കണം? നമുക്ക് എന്താ വേണ്ടേ? പറയ എന്താ വേണ്ടത്? എന്താ വേണ്ട പുറത്തോട്ട്? പുറത്തോട്ട് നല്ല വല്ല ഭർത്താവിന്റെയും മകന്റെയും അമ്മ. ഇത് ഹോട്ടലല്ലേ? എവിടെ തിരിഞ്ഞാൽ ഈ കാഴ്ചകൾ മാത്രമാണ്. എന്താ മുണ്ടുകളൊന്നും കാണാനില്ലേ? മുണ്ട് കൊണ്ടുപോയില്ലേ ദേവേട്ടാ? ഇങ്ങനത്തെ മുണ്ടുകൾ ചന്ദ്രേട്ടന് വേണ്ടി കൊണ്ടുപോയതാ. പിന്നെ ഇവിടെ മുണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് എടുത്തരും? അങ്ങനെ ഞാനും അമ്മയും കൂടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ദേവേട്ടനും ആദ്യം അപ്പം തന്നെ പോയി റൂമിലോട്ട് പോയി. എന്താണ് അവിടെ പരിപാടി എന്നറിയില്ല. അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവർ ഗംഭീര ലൂഡോ കളിയാണ്. ബ്ലൂ ഗ്രീനാ? ഞാൻ ജയിക്കാറായി. അങ്ങനെ ലൂഡോ കളി അതിഗംഭീരമായി അദ്വൈത് തോറ്റിരിക്കുന്നു. എന്നെ കളിക്കാനൊക്കെ വിളിച്ചു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കളിക്കാൻ പോയില്ല. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഡൈനിങ് ടേബിളിൽ. അങ്ങനെ ദേവേട്ടൻ, ആദി, അച്ഛനമ്മ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി അമ്മ പട്ടാണി കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. ദൂരത്തേക്കൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ബാങ്കിലൊന്ന് പോകണമായിരുന്നു. അതിനൊന്ന് മുടി കെട്ടിക്കണമായിരുന്നു. അങ്ങനെ അല്ലാതെ ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ ഒരുങ്ങാനുള്ള ഫുൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നുമില്ല. എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫേഴ്സാണ് ദേവേട്ടനും ആദ്യം. ഇവർ രണ്ടുപേരാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരിക. പിന്നെ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ, പക്ഷേ അവൻ നാട്ടിലില്ല. അവനിപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവനെ ഇപ്പോൾ തീരെ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായി, പോകാൻ റെഡിയായിട്ട് ഇറങ്ങി. ഈ ലുക്കും നോക്കണ്ട, വെയിലിൽ നിന്നുമുള്ള പ്രിക്കോഷനാണ് ഈ കാണുന്നത്. ആദ്യം ഇറങ്ങ്. എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുള്ള ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവേട്ടൻ എന്നെ ബാങ്കിൽ ഇറക്കി വിട്ടിട്ട് ആദ്യം കൂട്ടിയിട്ട് അവൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് അന്ന് വൈകിട്ടൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് മുടിയൊക്കെ വെട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവനെ കൂട്ടി പോയി. അങ്ങനെ 2 പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. സംഭവം അടുത്താന്ന് വിചാരിച്ചിട്ട് ബുള്ളറ്റിലൊക്കെ ഞങ്ങൾ 3 ആളും കൂടി പോന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ബെനവൽ എന്ന് പറയുന്ന അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ നല്ല അവിൽ മിൽക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിൽ മിൽക്ക് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ. ഞങ്ങൾ 3 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിൽ മിൽക്സാണ് ഓർഡർ ചെയ്തത്. ആദ്യക്ക് കിഡ് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, റോയൽ കിഡ് എന്നോ മറ്റോ ആയിരുന്നു പേര്. അതാണ് ഓർഡർ ചെയ്തത്. ഞാൻ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള ഒരു അവിൽ മിൽക്കാണ്. അതുപോലെ ദേവേട്ടൻ ഇതൊരു അറേബ്യൻ നട്ട്സും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത്.
പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ, അതാണ് പേര് പറയാത്തത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോഴേ അത് കഴിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര റിലാക്സായി. എവിടെ പോയാലും പിന്നെ ദേവേട്ടൻ്റെ അതിന് ഫേവറേറ്റ് ഐറ്റമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതും ഓർഡർ ചെയ്തു. അങ്ങനെ കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ വെള്ളിയാംകല്ല് ഹെറിറ്റേജ് പാർക്കൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് വന്നിരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെ. ഫാമിലിയായിട്ടൊക്കെ നമുക്ക് അവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഇവിടുത്തെ ഹെറിറ്റേജ് പാർക്കിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു മിനി പാർക്ക് ഉണ്ട് അവിടെ. എന്തോ ചെറിയ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, അഡൾട്ട്സിനും ചിൽഡ്രൻസിനും എൻട്രി ഫീസ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഞങ്ങളാകെ കരിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെത്തി. മീനാക്ഷിക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ഉമ്മത്തിൻ്റെ പൂവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് തിരഞ്ഞൊന്ന് ഇറങ്ങി കേട്ടോ, ദേവേട്ടൻ്റെ നാട്ടിൽ കൂടെ. അപ്പോൾ ഇതാണ് ദേവേട്ടൻ കളിച്ച് വളർന്ന ക്രിക്കറ്റൊക്കെ കളിച്ച സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് അന്വേഷിച്ച് നാട്ടിലെ വീഥികളിലൂടെ ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എവിടെയെങ്കിലും കിട്ടും, റെയിലിൻ്റെ അവിടെയൊക്കെ ഇത് കാണുമെന്ന് സ്വതവേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് ഇങ്ങനെ റെയിലിൻ്റെ വക്കത്ത് വരെയൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു പോയി. കുറേ ദൂരം നടന്നു പോയി. അവിടുന്ന് റെയിൽ വരെ കുറച്ച് ദൂരമുണ്ട്. അതുവരെ ഞങ്ങൾ നടന്നു നോക്കി. തൊടിയിലും വീടുകളിലെ തൊടികളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിലും ഒക്കെ അന്വേഷിച്ചു. എവിടെയും സംഭവം കിട്ടിയില്ല. റെയിൽ വരെ ഞങ്ങൾ പോയി നോക്കി, പക്ഷേ അവിടെ നിന്നും സംഭവം കിട്ടിയില്ല. അന്ന് ഞങ്ങൾക്ക് വൈകിട്ട് എന്തായാലും റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം കിട്ടുവാണെങ്കിൽ അവൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് പോയത്. പക്ഷേ നടന്നില്ല. അങ്ങനെ അത് പാളിപ്പോയി. എന്തായാലും ഞാൻ നാടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എനിക്ക് ആ നാടൊക്കെ ഒന്ന് കാണാൻ പറ്റി. വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. ഒരു വൈകുന്നേരം ഒരു 5:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ദേവേട്ടൻ, ആദി, അമ്മ, ഞങ്ങൾ 4 പേരെ പോയത്. അച്ഛന് കാലിൽ ഇങ്ങനെ ചെറിയ നീരിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛന് നടക്കാൻ വന്ന് നിൽക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ഛൻ വന്നില്ല. ഇതായിരുന്നു എൻ്റെ റിസപ്ഷൻ ലുക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കായിരുന്നു. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ദേവേട്ടൻ പിന്നെ അധികം വർത്തമാനത്തിനൊന്നും വന്നില്ല. പിന്നെ ഞങ്ങളുടെ പോകുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ ആ വഴിയിലൊക്കെ റോഡ് പൊളിച്ചൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതൊക്കെയോ വഴി ഒക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലൊക്കെയാണ് പോയത്. വാണിയംകുളത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6:30 ഞങ്ങൾ അവിടെ എത്തി. എനിക്ക് ദേവേട്ടനെ ഇങ്ങനെ ഷർട്ട് ഇൻ ചെയ്തിട്ടൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മറ്റേ നാട്ടിലെ എല്ലാ പരിപാടികളൊക്കെ വരുമ്പോൾ ദേവേട്ടന് അധികം ഷർട്ടും മുണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് എൻ്റെ ആഗ്രഹപ്രകാരം ദേവേട്ടൻ ഷർട്ട് ഇന്നൊക്കെ ചെയ്ത് നല്ല അടിപൊളി സുന്ദരനായിട്ടാണ് കേട്ടോ പോയത്. ഇനി ഈ റിസപ്ഷൻ ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജുവേട്ടനല്ലേ, ചേച്ചീൻ്റെ രാജുവേട്ടൻ്റെ ബ്രദറുണ്ട്, അനിയേട്ടൻ്റെ വൈഫാണ് സരിത ചേച്ചി. സരിത ചേച്ചിയുടെ ബ്രദറാണ് നമ്മുടെ ഈ കല്യാണ ചെക്കൻ. അപ്പോൾ നമ്മളന്ന് അവിടെ ചെന്നിട്ട് സരിത ചേച്ചിയുടെ ഫാമിലിയിലുള്ള സരിത ചേച്ചിയുടെ അച്ഛൻ, അമ്മ, പിന്നെ കുറേ പേരെ നമ്മൾ അവിടെ നിന്ന് കണ്ടു, പരിചയപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പരിപാടിയൊക്കെ ഉഷാറായി. ഈ സ്റ്റേജിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. സരിത ചേച്ചി, അതുപോലെ അനിയേട്ടൻ, രാജുവേട്ടൻ, ചേച്ചി, കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. സുധീഷൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല അടിച്ചു പൊളിച്ച് തകർത്തു. ഞങ്ങൾ ആ ഗ്യാപ്പിൽ പോയി കുറച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ റിസപ്ഷനൊക്കെ കുറച്ച് നേരം കണ്ട് എല്ലാവരും പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ അടുത്തതായി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു.
കഴിക്കില്ല ചേട്ടാ, കഴിക്കും. എല്ലാവരും നല്ല കഴിക്കലാണ്. എൻ്റെ പ്ലേറ്റ് മാത്രം നല്ല നീറ്റ്. അങ്ങനെ അത്യാവശ്യം നന്നായി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഡെസേർട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, പതുക്കെ ഇനി അവിടുന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പായി. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പിറ്റേന്ന് നമുക്ക് വേറൊരു കല്യാണമുണ്ട്, വൈകിട്ട് റിസപ്ഷനും ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ അധികം നേരം ഇങ്ങനെ നിന്ന് സമയം കഴിച്ചില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ചേച്ചിയും കുട്ടികളും രാജേട്ടനൊക്കെ നാളെ രാവിലെയാണ് അങ്ങോട്ട് വരുള്ളൂ, വീട്ടിലോട്ട് വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തി പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് പരിപാടി ഉള്ളതുകൊണ്ട് അധികം ഉറക്കം ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കിടക്കാൻ തീരുമാനിച്ചു.